महाकपाली संपदे നാം ദേ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അങ്ങനെ ദേ സാക്ഷാൽ മഹാദേവന്റെയും വൈകുണ്ഠനാഥന്റെയും ബ്രഹ്മദേവന്റെയും പത്നിമാരാ നമ്മുടെ ഗൃഹത്തിൽ തപസ്സിരിക്കുന്നത്. ഇവരെങ്ങനെ ഇവിടെ എത്തി? അടിയന്റെ ആശ്രമത്തിൽ ദേവിമാരുടെ ഒരുമിച്ചുള്ള എഴുന്നള്ളത്തിന്റെ കാരണം കൂടി സദ്യം അറിയിച്ചാലും. അപ്പോൾ മകൾ യാഥാർത്ഥ്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല മകളെ.
ആശ്രമത്തിൽ 3 ശിശുക്കളെ നീ പരിപാലിക്കുന്നില്ലേ? അവർ ശിശുരൂപികളായ നമ്മുടെ പതിമാരാണ്. കൈലാസാധിപൻ, വൈകുണ്ഠനാഥൻ, ബ്രഹ്മലോകാധിപൻ. നമ്മുടെ ഗേഹം അത്രയ്ക്ക് പുണ്യം ചെയ്തു എന്നോ? ആരാധ്യരായ ഭഗവതിമാരെ പ്രണാമം. പ്രണാമം ദേവിമാരെ, നാം എത്തിയിരിക്കുന്നു. തപസ് അവസാനിപ്പിച്ചാലും. പ്രണാമം. നമ്മുടെ അന്തരംഗത്തിൽ നിറയുന്ന ആത്മനിർവൃതിയുടെ അളവ് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ദേവിമാരെ. നമ്മുടെ ഈ ആശ്രമമുറ്റത്ത് ഐശ്വര്യത്തിന്റെയും ധനസമൃദ്ധിയുടെയും വിദ്യയുടെയും അധിപതികളായ ദേവിമാർ ഒരുമിച്ച് തപസ്സനുഷ്ഠിക്കുക ബ്രഹ്മലോകത്ത് നാം നടത്തിക്കഴിഞ്ഞ മഹായാഗത്തിന്റെ പുണ്യഫലം തന്നെ. ശരിയാണ് അത്രി മഹർഷി. അങ്ങ് ഉചിതമായ സമയത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ആവശ്യം അറിയിച്ച് അങ്ങയോട് വരം ചോദിക്കാമല്ലോ. ദേവിമാരെ, ഇഷ്ടവരദായിനികളായ നിങ്ങൾ ഈയുള്ളവനോട് വരം ചോദിക്കുകയോ? വരം ചോദിക്കേണ്ടതും ലഭിക്കേണ്ടതും നമുക്കും നമ്മുടെ പത്നിയായ അനസൂയയ്ക്കുമാണ്. ഇവിടെ നടന്ന അത്ഭുത സംഭവങ്ങളെല്ലാം അനസൂയയിൽ നിന്നും നാം ഗ്രഹിച്ചു കഴിഞ്ഞു ദേവിമാരെ. നമുക്ക് നമ്മുടെ പിതാവായ ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള ആരാധ്യരായ ത്രിമൂർത്തികളെ ശിശുരൂപത്തിൽ കണ്ടുവണങ്ങാൻ ധൃതിയായിരിക്കുന്നു. ആഗതരായാലും ദേവിമാരെ, ആഗതരായാലും. ബ്രഹ്മവിഷ്ണു മഹേശ്വര മൂർത്തികളെ, ശിശുരൂപത്തിൽ ദർശനം നൽകിയ നിങ്ങൾക്ക് അടിയന്റെ പ്രണാമം. അനസൂയെ, ദേവിമാരുടെ ആവശ്യപ്രകാരം നിനക്ക് ഈ ശിശുക്കളെ പൂർവ്വരൂപപ്രാപ്തരാക്കാമായിരുന്നില്ലേ? ആശ്രമത്തിൽ ഒറ്റയ്ക്കാകുമ്പോ അങ്ങയുടെ പാദതീർത്ഥം അടിയന്റെ രക്ഷാകവചമായി ഉപയോഗിക്കാമെന്നേ അങ്ങ് അരുൾ ചെയ്തിരുന്നുള്ളൂ. രക്ഷാകവചമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അങ്ങ് ഉപദേശിച്ചിരുന്നില്ല. ഭർത്താവ് പറയുന്നത് മാത്രം പ്രവർത്തിക്കുന്നവളും പറയാത്തതൊന്നും പ്രവർത്തിക്കാത്തവളുമാണ് പതിവ്രത. ഭർത്താവ് പറയുന്ന എന്ത് ഹീനപ്രവൃത്തികളും അനുസരിക്കുന്ന ശീലാവതിയും പതിവ്രത തന്നെയാണ്. ചുരുക്കത്തിൽ പതിവ്രതയുടെ ബാലപാഠങ്ങൾ നാം ശീലാവതിയിൽ നിന്നും അനസൂയയിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു. അനസൂയെ, അല്പം പാദതീർത്ഥമെടുത്ത് പ്രാർത്ഥനാപൂർവം ശിശുക്കളുടെ മേൽ കുടഞ്ഞാലും.
പാർവതീപതേ, ലക്ഷ്മീകാന്ത, പിതാവേ, അനുഗ്രഹിക്കണം. അത്രി മഹർഷി, അങ്ങയുടെ പത്നി അനസൂയയുടെ പാതിവൃത്യ ശക്തി പരീക്ഷിച്ചറിയാൻ വന്നവരാണ് ഞങ്ങൾ. അനസൂയയുടെ പാതിവൃത്യ ശക്തി തന്നെ വിജയിച്ചു. ശക്തി പരീക്ഷിക്കാൻ വന്നവർ എല്ലാ ശക്തിയും ക്ഷയിച്ച് ശിശുക്കളായിപ്പോയി. നമ്മുടെ മാനസപുത്രനായ അത്രിയുടെ പത്നി മുറപ്രകാരം നമുക്ക് മരുമകളാണ്. മരുമകൾ മാതൃസ്ഥാനത്ത് നിന്ന് അന്നമൂട്ടേണ്ട അവസ്ഥയും നമുക്ക് സംജാതമായി. ത്രിമൂർത്തികളുടെ ആവശ്യപ്രകാരം ശീലാവതി ശാപം മാറ്റി സൂര്യൻ ഉദിപ്പിച്ച മഹതിയാണ് അനസൂയ. അവരുടെ മാതൃനിർവിശേഷമായ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതും മഹാഭാഗ്യം. അത്രി മഹർഷി, അങ്ങ് ഇഷ്ടവരം ചോദിച്ചാൽ ഈ ആശ്രമത്തിലും പരിസരത്തും എപ്പോഴും ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടാവണം. അങ്ങനെ തന്നെ സംഭവിക്കുന്നതായിരിക്കും. ഇനി അനസൂയയ്ക്ക് ഇഷ്ടവരം ചോദിക്കാം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അടിയന് പുത്രന്മാരായി പിറക്കണം. എത്രയോ കാലം മൂവരെയും മാതൃസ്ഥാനത്ത് നിന്ന് സംരക്ഷിച്ചവളല്ലേ അനസൂയ. അനസൂയ തികച്ചും അർഹിക്കുന്ന വരമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവ, ആ വരം അനസൂയയ്ക്ക് നൽകിയാലും. ദേവ, സ്വന്തം പുത്രന്മാരായി പിറന്ന് അനസൂയയ്ക്ക് പ്രത്യുപകാരം ചെയ്താലും. ദേവിമാരുടെ അഭീഷ്ടം തന്നെ നടക്കട്ടെ. യഥാകാലം ചന്ദ്രൻ, ദത്താത്രേയൻ, ദുർവാസാവ് എന്നീ നാമങ്ങളിൽ ത്രിമൂർത്തികൾ അനസൂയയ്ക്ക് പുത്രന്മാരായി പിറക്കുന്നതായിരിക്കും. മംഗളം ഭവിക്കട്ടെ. മീനാക്ഷി, പാതിവൃത്യത്തിന്റെ അനന്ത സാധ്യതകളുടെ ശക്തി എന്താണെന്ന് കുട്ടിക്കിപ്പം മനസ്സിലായോ? ശീലാവതിയുടെ പാതിവൃത്യം പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിക്കാത്ത അവസ്ഥ സംജാതമാക്കി. അനസൂയയുടെ പാതിവൃത്യം ത്രിമൂർത്തികളെപ്പോലും ശിശുക്കളാക്കി. അദ്രി മഹർഷിയുടെ പാദതീർത്ഥം തളിച്ച് വൃഷ്ടി പെയ്യിക്കുന്ന അവസ്ഥ വരെ ഉയർന്നു അനസൂയയുടെ പാതിവൃത്യം. ഒടുവിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ തനിക്ക് പുത്രന്മാരായി പിറക്കണമെന്ന വരവും അനസൂയ നേടിയെടുത്തു. പാതിവൃത്യത്തിന്റെ ശക്തി ചിലപ്പോൾ മൃദുലവും മറ്റു ചിലപ്പോൾ കഠിനമാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു കുങ്കിലിയാരെ. എങ്കിൽ നിന്നെ സംശയിക്കുന്ന ഭർത്താവിനെയും ബന്ധുക്കളെയും നീ നേരിടേണ്ടത് നീ അനുഷ്ഠിക്കുന്ന പാതിവൃത്യ വ്രതം കൊണ്ട് തന്നെയാകണം. നിന്റെ മുന്നിൽ വൃദ്ധനായും യുവാവായും കുഞ്ഞായും പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണെന്ന് നീ മനസ്സിലാക്കിയാലും ശിവഭക്തനായ നിന്റെ ഭർത്താവ് പച്ചൈമാൽ നിന്റെ നിരപരാധിത്വം മനസ്സിലാക്കും. ഭഗവാൻ തന്നെ അയാളെ അത് ബോധ്യപ്പെടുത്തിയിരിക്കും. ഭാവിയിൽ സമാധാനപരമായ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ആശ്വസിക്കും മീനാക്ഷി, പ്രാർത്ഥിക്കും. അയാള് വരുന്നു, മീനാക്ഷിയുടെ അച്ഛൻ. കഴിഞ്ഞ തവണ വന്നപ്പോ ശരിക്കും നമ്മൾ ആക്ഷേപിച്ചു വിട്ടതാണല്ലോ. വീണ്ടും വരുന്നു, ഒരു നാണമില്ലാതെ. വരണം വരണം, ഇരിക്കണം. കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട മകളെ. മീനാക്ഷി എവിടെ പോയി? അമ്പലത്തിലേക്കാന്ന് പറഞ്ഞ ഇവിടുന്ന് പോയത്. പക്ഷെ അമ്പലത്തിൽ പോയിട്ടുണ്ടാകില്ല. കണ്ട ഭവനങ്ങളിലൊക്കെ കയറി ഇറങ്ങി എന്റെയും ശിവകാമിയുടെ ദൂഷ്യം പറിച്ചില്ല അവളുടെ മുഖ്യ തൊഴിൽ. ഇതൊക്കെ
തറവാട്ടി പറഞ്ഞ പെൺകുട്ടികൾ പറ്റിയ പണിയാണോ? എന്റെ മകൾ അത്തരക്കാരിയാകാൻ വഴിയില്ലല്ലോ കുമുദവല്യമ്മേ. ഭവനത്തിൽ നിന്ന് ഇറങ്ങിയാൽ ക്ഷേത്രം, ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഭവനം. അവൾ അന്യഭവനങ്ങളിൽ ഒന്നും പോകാറില്ല, ആരുടെയും ദൂഷ്യവും പറയാറില്ല. വിവാഹത്തിന് മുൻപ് അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോ മീനാക്ഷി ആളാകെ മാറി. അമ്മയോടും എന്നോടുമൊക്കെ എന്ത് സ്നേഹമായിരുന്നെന്നോ ജ്യേഷ്ഠന്. പക്ഷേ ഇപ്പൊ ഞങ്ങളെ കണ്ണെടുത്ത കണ്ടുകൂടുന്നായി. ഞങ്ങള് മനസ്സാ വാച അറിയാത്ത അപവാദങ്ങളാണ് അവള് ജ്യേഷ്ഠനോട് പറയുന്നത്. ഞങ്ങളെ ജ്യേഷ്ഠന്റെ ബദ്ധശത്രുക്കളാക്കി മാറ്റി നിങ്ങളുടെ മകൾ മീനാക്ഷി. എന്റെ മകളെ കുറിച്ച് നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മകളെ കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പിതാവിന്റെ സ്വാർത്ഥത കൊണ്ടാകാം. ഭർത്താവിനെ കാണപ്പെട്ട ദൈവമായും ഭർത്താവിന്റെ പെറ്റമ്മയെ സഹോദരിയായും സ്വന്തം പെറ്റമ്മയായും സഹോദരിയായും കാണണമെന്നാണ് ഞാൻ അവളെ ഉപദേശിച്ചിട്ടുള്ളത്. സർവവും മഹാദേവനെ മുൻനിർത്തി കാണുന്ന അവൾക്ക് ഒരു തമോ ഗുണക്കാരിയായി മാറാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാ നിങ്ങൾ വിശ്വസിക്കണം, അവൾ നിങ്ങൾ പറഞ്ഞ ഗുണക്കാരി തന്നെയാണ്. ഗോമാതാവെന്ന് വിശ്വസിക്കുന്ന പൈക്കളെ പോലും തീറ്റാൻ തയ്യാറാകാത്ത അവൾ ഈ ഭവനത്തിനൊരു ശാപമാണ്. മരുമകൾ എന്ന വാക്കിന് പോലും അപമാനമാണ്. എന്റെ മോളെ ഒന്ന് കണ്ട് അവളുടെ നല്ല വിശേഷങ്ങൾ അറിയാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളെല്ലാവരും കൂടി അവൾക്ക് നല്ല സന്തോഷവും സമാധാനവും കൊടുക്കുന്നുണ്ടെന്ന്. മീനാക്ഷി എൻ്റെ മകളാ. അവൾ എങ്ങനെ ചിന്തിക്കും പെരുമാറും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക്. വരട്ടെ. അച്ഛനിപ്പോ വന്നു. കുറച്ചു നേരമായി. ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ വരാൻ വൈകിയത്? മറ്റു എല്ലാ ഭവനങ്ങളിലും പോയിരുന്നോ? ഇല്ല അച്ഛാ, ഉഷപൂജ കണ്ടുതൊടാൻ കാത്തു നിന്നതുകൊണ്ടാ വൈകിയത്. അല്ല, അച്ഛനെന്താ ഒരു വിഷമം? ഒന്നുമില്ല. എന്റെ മകളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. മറ്റുള്ളവർ നിന്നെ പറ്റി നല്ലത് പറഞ്ഞു കേൾക്കാനാ അച്ഛന്റെ ആഗ്രഹം. പക്ഷേ എന്താ അച്ഛാ, ആരാ എന്നെ കുറിച്ച് മോശമായി പറഞ്ഞത്? ആരൊന്നും പറഞ്ഞില്ല. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ആണ്ടുതോറും നടക്കുന്ന പൂജ ഈ മാസം പൗർണമി നാളിൽ നടക്കുന്നു. പൂജയ്ക്ക് മകൾ നിർബന്ധമായും വന്നിരിക്കണം. അന്ന് വിശദമായി സംസാരിക്കാം. മറന്നുപോകരുത്, ഈ മാസം പൗർണമി നാളിൽ. ശരി അച്ഛാ. അച്ഛൻ ഇറങ്ങട്ടെ.